കല്യാണ കച്ചേരി. നിങ്ങൾ പോയി കിടന്നോളൂ മക്കളെ. കാർത്തിയോടും ഭൂമിയോടും അതും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കിടക്കാനായി മുറിയിലേക്ക് പോയി. സുഭദ്രയും അയാൾക്ക് പിന്നാലെ ചവിട്ടിത്തുള്ളി നടന്നു പോയിരുന്നു. ഒടുവിൽ കാർത്തിയും ഭൂമിയും മാത്രം ആ ലിവിംഗ് റൂമിൽ അവശേഷിച്ചു. അമ്മയ്ക്ക് ദേഷ്യം തോന്നുന്നു അല്ലേ കണ്ണേട്ട? കാർത്തിയെ നോക്കി ഭൂമി അത് പറയുമ്പോൾ അവളെ നോക്കി ഒന്ന് മൂളാൻ മാത്രമേ ആ സമയം അവന് കഴിഞ്ഞുള്ളൂ. വാ, നമുക്ക് കിടക്കാം. പനി നല്ലതുപോലെ കുറഞ്ഞില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് കാർത്തി ഭൂമിയെയും കൂട്ടി മുകളിലെ നിലയിലേക്ക് നടന്നു. റൂമിലെത്തി ഭൂമി ബാത്റൂമിൽ പോയി ഫ്രഷായി തിരികെ വരുമ്പോഴും കാർത്തി എന്തോ കാര്യമായ ആലോചനയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ കണ്ണേട്ട, കാര്യമായ ആലോചനയിലാണല്ലോ? ഏയ് ഒന്നുമില്ലടോ, ഞാൻ വെറുതെ. അത് കള്ളം. എന്നോട് പറയാൻ പറ്റാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. ചെറിയൊരു കള്ള പരിഭവത്തോടെ ഭൂമി പറഞ്ഞു. തന്നോട് പറയാൻ പറ്റാത്തതായി ഈ ജീവിതത്തിൽ എനിക്ക് എന്താ ഉള്ളത്? അതും പറഞ്ഞുകൊണ്ട് കാർത്തി ഭൂമിയെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ മുഖം അമർന്നു. അവൾ മുഖം കഴുകി ഇറങ്ങിയതുകൊണ്ട് അവളുടെ മുഖത്തങ്ങിങ്ങായി പറ്റിച്ചേർന്ന വെള്ളത്തുള്ളികൾ ചെറുതായി അവൻ്റെ നെഞ്ചിലും ഒരു തണുപ്പ് പടർത്തി. പെട്ടെന്ന് അവളുടെ വയ്യായികയുടെ കാര്യം ഓർമ്മ വന്നതും കാർത്തി ഭൂമിയെ പതിയെ ബെഡിലേക്ക് കിടത്തി. അവളുടെ കാൽക്കീഴിൽ കിടന്ന പുതുപ്പെടുത്ത് പകുതി വരെ പുതുപ്പിച്ചു കൊടുത്തു. കണ്ണേട്ട, ഞാനൊരു കാര്യം പറയട്ടെ? വളച്ചു ചുറ്റാതെ കാര്യം പറയൂ പതിരേ. ഇനി പഴയതൊക്കെ ചോദിച്ച് കിരണേട്ടനുമായി വെറുതെ വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണല്ലോ ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒന്നാകാൻ പറ്റിയത്. അതുകൊണ്ട് ഇനി ഈ കാര്യത്തെ ചൊല്ലി കൂടുതൽ സംസാരമൊന്നും വേണ്ട. അതുമാത്രമല്ല, ആ കുട്ടി പ്രഗ്നൻ്റായിട്ട് കൂടി ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളായിട്ട് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭൂമി പറഞ്ഞു നിർത്തി. തൽക്കാലം എൻ്റെ ഭൂമിപ്പെണ്ണ് അത്ര ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് ഈ കുഞ്ഞിത്തല പുകയ്ക്കണ്ട. അതിനൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അതും പറഞ്ഞുകൊണ്ട് കാർത്തി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അല്പസമയത്തിന് ശേഷം അവിടെ നെറ്റിമേൽ അവൻ്റെ അതരത്തിൻ്റെ ചൂട് പടർന്നതും ഭൂമി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഭൂമി ഉറങ്ങി ഏറെ നേരം കഴിഞ്ഞിട്ടും കാർത്തിക്കിന് ഉറങ്ങാനായില്ല. കാരണം മറ്റൊന്നുമല്ല, കിരണിൻ്റെയും അഞ്ജലിയുടെയും പെട്ടെന്നുള്ള തിരിച്ചുവരവാണ് കാർത്തിക്കിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഒരുപക്ഷെ അനുപമയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതറിഞ്ഞ് പുതിയ പദ്ധതികളുമായി വന്നതാകുമോ അഞ്ജലി എന്ന ചിന്തയിൽ കാർത്തിക്കിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അല്ലെങ്കിൽ തന്നെ വിവാഹത്തിൻ്റെ തൊട്ട് തലേന്ന് അഞ്ജലിയുമായി ഒളിച്ചോടിയ കിരണിനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു കാർത്തി. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അന്ന് കല്യാണ പന്തലിൽ നിസ്സഹായ അവസ്ഥയിൽ നിന്ന ഭൂമിയുടെയും അവളുടെ വീട്ടുകാരുടെയും മുഖം കാർത്തിക്കിൻ്റെ ഓർമ്മയിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പേരിലാണെങ്കിലും ഒരു പെൺകുട്ടിയോട് അങ്ങനെ ഒരു ചതി ചെയ്ത തൻ്റെ അനിയനോട് ഒരിക്കലും തനിക്ക് പൊറുക്കാനാവില്ല. നാളെ എന്തായാലും കിരണിനെ നേരിൽ കാണുകയാണെങ്കിൽ അതേപ്പറ്റി ചോദിക്കണമെന്ന് തന്നെ കാർത്തി തീരുമാനിച്ചു. അവൻ എന്തിനാണ് ആ ഒളിച്ചോട്ടത്തിന് മുതിർന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ പലവിധ ചിന്തകളോടെയാണ് ആ രാത്രി കാർത്തിക് ഉറങ്ങാൻ കിടന്നത്. എന്നാൽ അതേസമയം കിരണിൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു കിരണു. എന്നാലും നമ്മളിവിടെ കേട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കിരൺ. അഞ്ജലി കിരണിനോടായി ഒരു രഹസ്യം പോലെ അത് പറഞ്ഞു. പക്ഷേ എനിക്കറിയായിരുന്നു അന്നത്തെ ആ സംഭവവികാസങ്ങളുടെ കെട്ടടങ്ങി കഴിയുമ്പോൾ അമ്മ ഉറപ്പായി നമ്മളെ വീട്ടിൽ കയറ്റുമെന്ന്. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത്? നമുക്കിടയിൽ മൂന്നാമതൊരാൾ കുറഞ്ഞത് 5 വർഷമെങ്കിലും കഴിഞ്ഞ ശേഷം മതിയെന്നല്ലേ നമ്മൾ രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചത്? ആ പറഞ്ഞത് അത്ര ദഹിക്കാത്തതുപോലെ അഞ്ജലി കിരണിനോട് ചോദിച്ചു. എൻ്റെ അഞ്ജു, നീ ഒരു പൊട്ടിയാണോ? അന്ന് അത്രയും പ്രശ്നങ്ങളുണ്ടാക്കി നമ്മൾ രണ്ടാളും രാത്രിയിൽ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നാൽ പെട്ടെന്നൊന്നും അമ്മയുടെ മനസ്സലിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ വീക്ക് പോയിന്റിൽ തന്നെ കയറി പിടിച്ചത്. പേരക്കുട്ടികളെ ഇഷ്ടമല്ലാത്ത അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടോ? നമ്മൾ എത്ര ക്രൂരമായ പ്രവൃത്തിയാണ് അവരോട് കാണിച്ചതെങ്കിലും നീ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നുവെന്നറിഞ്ഞാൽ എൻ്റെ അമ്മ ഒരിക്കലും നിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാനോ ഒന്നിനും വരില്ല. മാത്രമല്ല, നിനക്കിവിടെ ഒരു ജോലിയും ചെയ്യാതെ സുഖമായിട്ട് കഴിയുകയും ചെയ്യാം. കിരൺ കുടിലതയോടെ അത് പറഞ്ഞപ്പോൾ ചുണ്ടിൽ ഊറിക്കൂടിയ പുഞ്ചിരിയോടെ അഞ്ജലി അതെല്ലാം കേട്ടിരുന്നു. എന്നാൽ ആ സമയം അഞ്ജലിയുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത്
അവളുടെ ചേച്ചി അനുപമയുടെ മുഖമാണ്. ഏതു വിധേനയും കാർത്തികിനെയും ഭൂമിയെയും തമ്മിൽ തെറ്റിച്ച് ഭൂമിക്ക് പകരം അനുപമ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. നീ എന്താ അഞ്ജു കാര്യമായിട്ട് ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നിന്റെ അമ്മ നമ്മളെ അംഗീകരിച്ചാൽ മതിയായിരുന്നു അല്ലേ കിരൺ? ഞാൻ പറഞ്ഞില്ലേ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. അമ്മ അറിഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ടും അമ്മയ്ക്ക് നിന്നോടൊരു പ്രത്യേക സ്നേഹം കാണും. അതിൽ പിടിച്ച് നീ കയറിക്കോണം. നിനക്ക് വീട്ടിലൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ എന്തേലും കാരണം പറഞ്ഞ് ആ കുഞ്ഞ് അബോഷനായി പോയെന്ന് നമുക്കൊരു നുണക്കഥയും പറയാം. അമ്മയല്ലേ, അമ്മ അതൊക്കെ വിശ്വസിച്ചോളും. കിരണിൻ്റെ വായിൽ നിന്നത് കേട്ടപ്പോൾ അഞ്ജലിയുടെ മുഖം കൂടുതൽ തെളിഞ്ഞു. അതുവരെ അവൾക്ക് ചെറുതെങ്കിലും ഒരു ഭയമുണ്ടായിരുന്നു. അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കാമെന്ന് വല്ലതും കിരൺ പറയുമോ എന്ന്. എന്നാൽ അതുണ്ടായില്ലല്ലോ എന്ന ചിന്തയിൽ അവളൊന്ന് നെടുവീർപ്പെട്ടു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ കാർത്തി എണീറ്റു. ആ നേരം അവൻ അരികിൽ പനിച്ചു വിറച്ച് കിടക്കുവാണ് ഭൂമി. കാർത്തി അവളെ തട്ടി വിളിച്ചുണർത്താൻ ശ്രമിച്ചു. പക്ഷെ പനി അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിയതുകൊണ്ടാവും അവൾ എന്തൊക്കെയോ പിച്ചിമ്പയും പറയുന്നുണ്ട്. കാർത്തി വേഗം ഫോണെടുത്ത് ബാലേന്ദ്രനെ വിളിച്ചു. എന്താ കാർത്തി, എന്താ ഈ നേരത്ത്? ഫോണിൽ സമയം 5 മണിയെന്ന് കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങനെ ചോദിച്ചത്. അച്ഛാ, ഭൂമിക്ക് നല്ല പനി, നന്നായി വിറയ്ക്കുന്നുണ്ട്, നല്ല ചൂടുമുണ്ട്. നമുക്ക് വേഗം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അച്ഛൻ വണ്ടിയെടുക്ക്. ഫോൺ റിങ് ചെയ്ത ശബ്ദം കേട്ട് ബാലേന്ദ്രൻ അരികെ കിടന്ന സുഭദ്രയും ഉണർന്നു. ആരാ ബാലേട്ടായി വെളുപ്പാങ്കാലത്ത്? കാർത്തിയ സുഭദ്രേ, ഭൂമി മോൾക്ക് വയ്യെന്ന്, നല്ല പനിയുണ്ടെന്ന്. ബാലേന്ദ്രൻ അത് പറഞ്ഞു നിർത്തിയതും സുഭദ്ര നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എണീറ്റു. ഈശ്വര, എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് ഇതെന്തു പറ്റിയത്? എളിയെ കുത്തിവെച്ചിരുന്ന നേരിയതിൻ്റെ തുമ്പഴിച്ചിട്ട് അവർ മുറിക്ക് പുറത്തേക്കിറങ്ങി. അവർക്ക് പിന്നാലെ തന്നെ ബാലേന്ദ്രനും ഇറങ്ങി. എന്നാൽ റൂമിലെ വെള്ളം തീർന്നപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് വന്നതാണ് കിരൺ. വെള്ളം നിറച്ചുകൊണ്ടവൻ തിരികെ മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങുമ്പോഴാണ് കാർത്തി ഭൂമിയെയും കൈകളിൽ കോരിയെടുത്ത് താഴേക്ക് വന്നത്. കൃത്യസമയത്ത് തന്നെ സുഭദ്ര ഡോർ തുറന്നതുകൊണ്ട് അവരും കിരണിനെ കണ്ടു. കിരണിൻ്റെ നോട്ടം അത്രയും നീണ്ടു നിന്നത് ഭൂമിയെയും കൈകളിൽ കോരി താഴേക്കിറങ്ങി വരുന്ന കാർത്തിക്കിലേക്കാണ്. പെട്ടെന്ന് അവിടെ കിരണിനെ കണ്ടതും കാർത്തിയുടെ മിഴികൾ കോർത്തു. കാർത്തിയുടെ മുഖത്തേക്ക് നോക്കിയ കിരണിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയ ശേഷം സുഭദ്ര തുറന്നിട്ട മെയിൻ വാതിൽ വഴി പുറത്തേക്ക് നടന്നു. അവർക്ക് പിന്നാലെ കാർത്തി ഭൂമിയുമായി പുറത്തേക്കിറങ്ങി. ആ നേരം കൊണ്ട് തന്നെ ബാലേന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലിരുന്നാൽ ഭൂമിയെക്കുറിച്ചോർത്ത് വെറുതെ വെപ്രാളപ്പെട്ടുകൊണ്ടേ ഇരിക്കുമല്ലോ എന്നോർത്ത് സുഭദ്രയും അവർക്കൊപ്പം പോകാൻ തയ്യാറായി. വെള്ളം നിറച്ച ബോട്ടിലുമായി കിരൺ മുറിയിലേക്ക് വരുമ്പോൾ സുഖ ഉറക്കത്തിലായിരുന്നു അഞ്ജലി. ഉറങ്ങാൻ കിടന്നെങ്കിലും അവന് ഉറക്കം വന്നില്ല. അതുകൊണ്ട് അവൻ റൂമിലെ സോഫയിൽ അല്പനേരം ഇരുന്നു. വെള്ളം നിറച്ച ബോട്ടിലും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി. കാരണം മറ്റൊന്നും ആയിരുന്നില്ല. ഭൂമിയെയും കൈകളിൽ താങ്ങി താഴേക്ക് പോകുന്ന കാർത്തിക്കിൻ്റെ മുഖത്തെ സന്തോഷം. അതായിരുന്നു അവൻ ഒട്ടും സഹിക്കാൻ കഴിയാഞ്ഞത്. താൻ വന്ന് കയറിയപ്പോൾ മുതലുള്ള അവൻ്റെ സന്തോഷം മനസ്സിലേക്ക് വന്നതും കിരൺ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. സത്യം പറഞ്ഞാൽ കാർത്തിക്കിൻ്റെ ജീവിതനാശം ആകാൻ വേണ്ടി കൂടിയാണ് കിരൺ ഭൂമിയുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് അഞ്ജലിയുമായി ഒളിച്ചോടിയത്. അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അവൻ ഭൂമിയെ വിവാഹം കഴിച്ചില്ല എങ്കിൽ നിവർത്തികെട്ട് കാർത്തിയെ കൊണ്ട് സുഭദ്ര ഭൂമിയെ വിവാഹം കഴിപ്പിക്കുമെന്ന്. എന്നാൽ അതതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ കാർത്തിയുടെ തകർന്നുപോയ അവസ്ഥയ്ക്ക് പകരം മുൻപത്തേതിലും സന്തോഷവാനായ ചേട്ടനെ കാണെ കിരണിൻ്റെ കണ്ണിൽ പകയെരിഞ്ഞു. കുഞ്ഞുനാൾ മുതൽക്ക് കേൾക്കുന്നതാണ്, കാർത്തിയെ കണ്ടുപിടിക്ക്, കാർത്തിയെപ്പോലെ ചെയ്യ്, കാർത്തിയുടെ എന്ത് നല്ല പെരുമാറ്റമാണ്. അങ്ങനെ ചെറുപ്പം മുതൽ എന്തിനും ഏതിനും കാർത്തി ശരിക്കും ഏട്ടനെ വെറുക്കുകയായിരുന്നു ഓരോ നിമിഷവും കിരൺ. കുഞ്ഞുനാളിലെ വെറുപ്പ് പിന്നീട് എപ്പോഴോ തീർത്താൽ തീരാത്ത പകയാകുകയായിരുന്നു. പക്ഷേ ചേട്ടൻ സ്നേഹിച്ച പെണ്ണിൻ്റെ അനിയത്തിയാണ് അഞ്ജലി എന്നറിയുന്നത് അഞ്ജലിയുമായി കിരൺ പ്രണയത്തിലായതിനു ശേഷമാണ്. പക്ഷെ ചേട്ടനൊരു പ്രണയമുണ്ടെന്ന് അവനറിയാമായിരുന്നു. ഭൂമിയുമായുള്ള വിവാഹത്തിൽ നിന്ന് താൻ ഒഴിഞ്ഞു മാറിയാൽ ഉറപ്പായും അമ്മ ഏട്ടനെ നിർബന്ധിക്കുമെന്ന് കിരണിനറിയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, സുഭദ്രാമ്മ ഭൂമിയെ കണ്ടിഷ്ടപ്പെട്ടതുപോലും കാർത്തിക്ക് വേണ്ടിയായിരുന്നു. കാർത്തി അത് നിരസിച്ചതോടെ സ്വാഭാവികമായും ആ ആലോചന കിരണിലേക്ക് എത്തുകയായിരുന്നു. ആരുടെ നാശത്തിനു വേണ്ടിയാണോ താൻ എല്ലാം ചെയ്തു കൂട്ടിയത്? ഇന്ന് അയാൾ തന്നേക്കാൾ സന്തോഷത്തിൽ ഭാര്യയുമായി കഴിയുന്നു. കിരണിന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഉള്ളിലെ ദേഷ്യം
തികട്ടി വന്നതോടെ അവൻ കയ്യിലിരുന്ന ബോട്ടിലും വെള്ളവും നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു. എന്തോ ഭാഗ്യത്തിനത് പൊട്ടി. പക്ഷെ വലിയൊരു ശബ്ദം കേട്ട് ബെഡിൽ കിടന്നോ അഞ്ജലി ചാടി എണീറ്റു. എന്താ എന്താ പറ്റിയ? വെപ്രാളത്തോടെ അവൾ കിരണിനെ നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നീ കിടന്നു. പിന്നെ കിരൺ എന്താ ഉറങ്ങാതിരിക്കുന്നേ? എനിക്ക് ഉറക്കം വന്നില്ല, നിന്നോട് കിടന്നോളാൻ പറഞ്ഞല്ലോ. അല്പം ശബ്ദമുയർത്തി കിരൺ അത് പറഞ്ഞതും അവൻ്റെ മൂഡ് ശരിയല്ലെന്ന് മനസ്സിലായ അഞ്ജലി ഉറങ്ങാൻ കിടന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ കാർ ഭൂമിയും കൊണ്ട് ആശുപത്രിയുടെ കവാടം കടന്നിരുന്നു. നേരം അത്ര വെളുക്കാത്തത് കൊണ്ട് തന്നെ ക്യാഷ്വാലിറ്റി മാത്രമേ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ. നേരെ ഭൂമിയെ ക്യാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോയത്. അവൾക്ക് പനി നല്ലതുപോലെ കൂടുതലായിരുന്നു. മാത്രമല്ല അവളുടെ ബോഡി വളരെ വീക്കും. അതുകൊണ്ട് ഇന്നൊരു ദിവസം ട്രിപ്പിട്ട് അവിടെ കിടക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കയ്യിൽ ക്യാനുല കുത്താൻ തുടങ്ങിയതും ഭൂമി പേടിയോടെ കാർത്തിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അത് കണ്ട ബാലേന്ദ്രനും സുഭദ്രയും അവർ ഒരു ചെറിയ ചിരിയോടെ നോക്കി നിന്നു. മരുന്നിൻ്റെ ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. ഭൂമി അല്പനേരം കിടന്നപ്പോൾ തന്നെ കണ്ണുകൾ അടച്ചു. അത് പിന്നെ ഒരു ഗാഢമായ ഉറക്കത്തിലേക്ക് വഴിമാറി. അമ്മയും അച്ഛനും വീട്ടിലേക്ക് വേണമെങ്കിൽ പൊയ്ക്കോളൂ, അവിടെ കിരണൊക്കെ ഉള്ളതല്ലേ. കാർത്തിയുടെ ആ സംസാരം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നിൽക്കുകയാണ് സുഭദ്ര. കിരൺ തൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ പോലും വിവാഹ സമയത്ത് അവരെ അവൻ കബളിപ്പിച്ചതിലുള്ള ദേഷ്യം ഇതുവരെയും അവരെ വിട്ടകന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, മോളുടെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാം. നിനക്കെന്തായാലും കോളേജിൽ പോകാനുള്ളതല്ലേ. അത് കുഴപ്പമില്ലമ്മേ, ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ കോളേജിൽ ലീവ് പറഞ്ഞോളാം. അവൾക്കൊരാവശ്യം വരുന്ന നേരത്തല്ലേ ഞാൻ അവളുടെ കൂടെ നിൽക്കേണ്ടത്. കാർത്തിയുടെ സംസാരത്തിൽ അവരുടെ മനസ്സ് നിറഞ്ഞു. ഈ വിധം കാർത്തി ഭൂമിയെ സ്നേഹിക്കുമെന്ന് ഒരിക്കൽ പോലും അവർ കരുതിയിരുന്നില്ല. നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് ബാലേന്ദ്രനും സുഭദ്രയും വീട്ടിലേക്ക് തിരിച്ചത്. സമയപ്പോൾ ഏകദേശം 9 മണിയോടടുത്തു. സുഭദ്രയും ബാലേന്ദ്രനും വീട്ടിൽ മടങ്ങിയെത്തിയിട്ടും അഞ്ജലിയും കിരണും ഉറക്കം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. സുഭദ്രയും ബാലേന്ദ്രനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നേരത്താണ് മുകളിൽ നിന്നും അവർ ഇറങ്ങി വന്നത്. എന്താമ്മേ കഴിക്കാൻ? കിരൺ അത് ചോദിച്ചതും സുഭദ്രയുടെ മുഖം കൂടുതൽ വീർത്തു. നിനക്ക് കാണാമല്ലേ എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന്? അവൻ്റെ ചോദ്യത്തിന് ദേഷ്യത്തിലൊരു മറുചോദ്യമായിരുന്നു സുഭദ്രയുടെ മറുപടി. അഞ്ജലിയാണെങ്കിൽ അവിടെ നടക്കുന്ന യാതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഒരു പ്ലേറ്റും എടുത്ത് അവൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സുഭദ്ര അവളെ ഒളികണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അഞ്ജലിക്കിപ്പോൾ എത്ര മാസമാണ്? പെട്ടെന്ന് സുഭദ്ര ചോദിച്ചതും കിരണിൻ്റെ ഉള്ളിലൊരു ആന്തലുയർന്നു. ഈ സമയത്ത് അഞ്ജലി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ വെള്ളം അവളുടെ നെറുകയിൽ കയറി. പെട്ടെന്ന് കിരൺ അവളുടെ നെറുകയിൽ തട്ടിക്കൊടുത്തു. വെള്ളം കുടിച്ച് തീർത്ത് ഗ്ലാസ് മേശമേൽ വെച്ച് അഞ്ജലി സുഭദ്രയെ നോക്കി. അങ്ങനെ മാസം കാൽക്കുലേറ്റ് ചെയ്യാറായിട്ടില്ല ആൻറ്റി. ജസ്റ്റ് 1 വീക്ക് ആയിട്ടുള്ളൂ പ്രഗ്നൻസി കൺഫേം ചെയ്തിട്ട്. ആണോ? ഓക്കെ. ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യണം. ഓക്കെ ആൻറ്റി. അഞ്ജലി സമ്മതപൂർവ്വം തലകുലുക്കി. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. സുഭദ്ര തങ്ങൾ പറഞ്ഞ കള്ളം വിശ്വസിച്ചെന്നും അവർ മനസ്സുകൊണ്ട് തങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങിയെന്നും അവൾ ചിന്തിച്ചു. അപ്പോൾ തന്നെയാണ് സുഭദ്ര വീണ്ടും സംസാരിച്ചു തുടങ്ങിയത്. പോകുമ്പോൾ എന്നെ കൂടി വിളിക്കൂ, ഒറ്റയ്ക്ക് പോകണ്ട. ഞാനും കൂടി ഉണ്ടെങ്കിൽ അഞ്ജലിക്കൊരു കൂട്ടാകുമല്ലോ. ഇത്തവണ സുഭദ്ര അത് പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ നെറ്റി ചുളിഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, ഞാനും അവനും കൂടി പോയിക്കോളാം. അടുത്തിരുന്ന കിരണിയെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അഞ്ജലി പറഞ്ഞത്. വേണ്ട മോളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൂടെ വരുന്നത് നല്ലതാ. അതിനെന്താ അമ്മേ, അമ്മയും കൂടെ വന്നോളൂ. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞല്ലേ, അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റേതായ ആഗ്രഹങ്ങളൊക്കെ കാണും. കിരൺ സുഭദ്രയോടായി പറഞ്ഞു. അഞ്ജലിയുടെ മുഖം കൂടുതൽ ചുളിഞ്ഞു. കാല് വെച്ച് തനിക്ക് തൊട്ടടുത്തിരിക്കുന്ന കിരണിൻ്റെ കാലിൽ അമർത്തി ചവിട്ടി അവൾ. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് കിരണും അഞ്ജലിയും മുകളിലേക്ക് കയറിപ്പോകുന്ന കണ്ടതോടെ സുഭദ്ര ബാലേന്ദ്രൻ്റെ അടുത്തേക്കിരുന്നു. ബാലേട്ടന് തോന്നുന്നുണ്ടോ ആ കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന്? എന്താ സുഭദ്രേ നീ ഇങ്ങനെ ചോദിച്ചത്? ഏയ്, എനിക്കൊരു ചെറിയ സംശയം. പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ആരെങ്കിലും കള്ളം പറയോ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംശയക്കണ്ണോടെ നോക്കരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ 2 പ്രസവിച്ചതല്ലേ. ഒരു ഗർഭിണിയെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ? അതിനവർ പറഞ്ഞല്ലോ ജസ്റ്റ് കൺഫേം ചെയ്തതേ ഉള്ളൂന്ന്. സുഭദ്ര ബാലേന്ദ്രനോട് മറുപടിയൊന്നും പറയാതെ ഒന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തു. അന്ന് വൈകുന്നേരം
ഭൂമിയും കാർത്തിക്കും ആശുപത്രിയിൽ നിന്നും മടങ്ങി വന്നു. ഡ്രിപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഭൂമിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. അവധിക്ക് ശേഷം അവൾ പതിയെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ലാസ്റ്റ് സെമിസ്റ്ററാണത്. മാത്രമല്ല പരീക്ഷയും അടുത്തു. ഇനി ഏകദേശം 1 മാസത്തിൻ്റെ അകത്ത് പരീക്ഷകളുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമി ഫ്രീ ആണ്. അങ്ങനെ PG എന്ന ഒരു കടമ്പ കൂടി കടക്കാൻ പോവുകയാണവൾ. പരീക്ഷ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പഠിത്തത്തിലായിരിക്കും. കോളേജ് റിവിഷൻ നടക്കുന്നതിനെ തന്നെ ആവശ്യം നല്ല രീതിയിൽ പോർഷൻസ് കവർ ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞു. വൈകുന്നേരം വീട്ടിൽ കാർത്തിക്കിൻ്റെ വക ക്ലാസ് വേറെ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ഫംഗ്ഷനുണ്ട്. അന്ന് വൈകുന്നേരം കോളേജ് വിട്ടു വന്നിട്ട് ഭൂമി ബുക്കും തുറന്നു വെച്ചെന്തോ കാര്യമായ ആലോചനയിലാണ്. കുളി കഴിഞ്ഞിറങ്ങിയ കാർത്തി കാണുന്നത് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്ന ഭൂമിയാണ്. എന്താണ് കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ മുതലുള്ള ആലോചന? തിരികെ ഇങ്ങോട്ട് വരുന്ന വഴിക്കും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാര്യം പറയടോ. അതൊന്നും ഇല്ല കണ്ണേട്ടാ. ഞാനിങ്ങനെ എക്സാമിനെ കുറിച്ചൊക്കെ ആലോചിച്ചു. എനിക്കൊരു ടെൻഷൻ പോലെ. എന്തിന്? അത് എനിക്കിങ്ങനെ ഉള്ളതാ എക്സാമൊക്കെ ആകാറാകുമ്പോൾ. തൽക്കാലം ഈ ആലോചനയൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്ന് പഠിക്ക്. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകണോ? തനിക്കൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി? അവളോട് അല്പം കാര്യമായി തന്നെ അവൻ ചോദിച്ചു. ഏയ് അതൊന്നും വേണ്ട, കണ്ണേട്ടൻ ഇവിടെ ഇരിക്കുക. ഭൂമി കാർത്തികിനെ പിടിച്ച് അവൾക്ക് അരികിലേക്ക് ഇരുത്തി. ഒരു വേള അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ അവളിലൂടെ ഒന്ന് ഒഴുകി നടന്നു. കാർത്തികിൻ്റെ ആ നോട്ടം ഭൂമിയും കാണുന്നുണ്ട്. അവൾ പോലും അറിയാതൊരു പുഞ്ചിരി വിടർന്നു അവൾക്കുള്ളിൽ. എന്താ ഇങ്ങനെ നോക്കുന്നേ? കുറച്ചധികം നേരമായിട്ടുള്ള അവൻ്റെ ആ നോട്ടം കണ്ട് അറിയാതെ അവളുടെ വായിൽ നിന്ന് വീണുപോയൊരു ചോദ്യമായിരുന്നത്. മറുപടി ഒന്നും പറയാതെ കാർത്തി അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ്റെ ചുണ്ടിനൊപ്പം പല്ലുകളും അവിടെ കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഒന്ന് പുളഞ്ഞു പോയി. കണ്ണേട്ടാ. ശബ്ദം അടക്കി പിടിച്ചുള്ള ഭൂമിയുടെ ആ വിളിയിൽ അവൻ്റെ കൈകൾ ഭ്രാന്ത് പിടിച്ചതുപോലെ അവളുടെ ദേഹത്തുകൂടി അലഞ്ഞു. ഇടയ്ക്കെപ്പോഴോ ഉടയാടകൾ വേർപെട്ട് അവരിരുവരും വീണ്ടും ഒന്നായി. ഏറെ നേരം കാർത്തിയുടെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ഭൂമി. ഇരുവരും ആ കിടപ്പിൽ ചെറുതായി ഒന്ന് മയങ്ങിയിരുന്നു. ഭക്ഷണം കഴിക്കാനായി സുഭദ്ര വന്ന് വാതിൽ തട്ടിയപ്പോഴാണ് അവർ മയക്കം വിട്ട് ഉണർന്നത്. കാർത്തി ഭൂമിയെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ചു. ശേഷം വാതിൽ തുറക്കാതെ തന്നെ സുഭദ്രയോട് താഴേക്ക് വരുവാണെന്ന് പറഞ്ഞു. അവരിരുവരും റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ കിരണും അഞ്ജലിയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സുഭദ്രയും ബാലേന്ദ്രനും അവർ രണ്ടുപേരെയും കാത്ത് വെയിറ്റ് ചെയ്യുകയുമായിരുന്നു. ഭൂമിയും കാർത്തിക്കും കൂടി വന്നിരുന്നോടെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കാർത്തി, ഭൂമി, മറ്റന്നാളാണ് വല്യച്ഛൻ്റെ വീട്ടിൽ പോവേണ്ടത്. സുഭദ്ര അവരെ ഇരുവരെയും നോക്കി. ഓർമ്മയുണ്ടമ്മേ, ഭൂമി പറഞ്ഞു. മറ്റന്നാൾ വല്യച്ഛൻ്റെ വീട്ടിൽ എന്താ പ്രോഗ്രാം? കിരൺ ചോദിച്ചു. വല്യച്ഛൻ്റെ മോൻ്റെ കുഞ്ഞിന് 1 വയസ്സ്, ബർത്ത്ഡേ സെലിബ്രേഷൻ. ബാലേന്ദ്രനാണ് കിരണിന് മറുപടി കൊടുത്തത്. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടക്കാനായി അവരവരുടെ മുറികളിലേക്ക് പോയി. അഞ്ജലി വല്ലാത്തൊരു അമർഷത്തോടെ ബെഡിലിരിക്കുകയാണ്. എന്താടോ പെട്ടെന്ന് എന്തു പറ്റി? അവളുടെ ഇരിപ്പ് കണ്ടതും കിരൺ അവളോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. വല്യച്ഛൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിരണിൻ്റെ അമ്മ നമ്മളെ വിളിച്ചില്ലല്ലോ. പകരം കിരണിൻ്റെ മുമ്പിൽ വെച്ച് ഏട്ടനോടും ആ ഭൂമിയോടും പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. അത് പിന്നെ വല്യച്ഛനൊക്കെ ബർത്ത്ഡേ വിളിക്കാൻ വന്നപ്പോൾ നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാവും അഞ്ജലി അമ്മ നമ്മളെ ഫംഗ്ഷന് വിളിക്കാതിരുന്നത്. കിരൺ അങ്ങനെയാണോ തോന്നിയത്? എനിക്ക് തോന്നിയത് ഏട്ടൻ്റെ മുമ്പിൽ വെച്ച് കിരണിനെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി കിരണിൻ്റെ അമ്മ പറഞ്ഞതുപോലെയാണ്. അല്പം കൂടി കുടിലതയോടെ അഞ്ജലി അത് പറഞ്ഞതും കിരണിൻ്റെ മുഖഭാവം മാറി. പറഞ്ഞത് കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്ന് തോന്നിയതും അഞ്ജലിയുടെ കണ്ണുകൾ ക്രൂരമായി ഒന്ന് തിളങ്ങി. തുടരും. കഥ വായിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് തരാനും ഒന്നും മറക്കല്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.